നിങ്ങളൊരു PT കാൻഡിഡേറ്റ് ആണോ? എന്താണ് essay റൈറ്റിംഗിൻ്റെ ഒരു എക്സാക്ട് ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ എന്നുള്ളത് തപ്പി നടക്കുവാണോ? ലുക്ക് നോ ഫർദർ, യു ഹാവ് റീച്ച് ദ റൈറ്റ് പ്ലേസ്. ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് PT essay റൈറ്റിംഗ് എന്നുള്ളതും അതിനൊരു കംപ്ലീറ്റ് ഓവർവ്യൂ, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്കോർ എൻഹാൻസ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്സ് അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ടിൽ ദ എൻഡ് to get all the information right. In the PT writing session, you are required to produce 200 to 300 words in academic essay writing. ഈ 200 to 300 വേർഡ്സ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ വേർഡ് കൗണ്ട് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങളുടെ സ്കോർ വരുന്നത് മൊത്തത്തിലൊരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിരിക്കും. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബോഡി പാരഗ്രാഫ്സ്, അതുപോലെ തന്നെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കീ റിക്വയർമെന്റ്സ് എന്നുള്ളതും ഒരു സ്കോറിംഗ് എലമെന്റ് എന്നും നമുക്ക് നോക്കിയാലോ. സോ ആദ്യം തന്നെ വരുന്നത് വേർഡ് കൗണ്ട് ആണ്. Your essay must be between 200 to 300 words. Anything below 200 or above 380 words will result in a zero score. Second one വരുന്നത് time limit ആണ്. You have 20 minutes to plan, write and revise. Third one, structure. A standard 4-paragraph format works best. That is introduction, 2 body paragraphs and conclusion. Number 4, content. Your essay must directly answer all parts of the question. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ essay റൈറ്റിംഗിന്റെ കീ റിക്വയർമെന്റ്സ്. ഇനി സ്കോറിംഗ്. 5 പോയിന്റുകളാണ് സ്കോറിംഗ് ക്രൈറ്റീരിയയിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ, കോണ്ടന്റ്. റെലവൻസ് ആൻഡ് കംപ്ലീറ്റ്നെസ് ഓഫ് യുവർ റെസ്പോൺസ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോംപ്റ്റിന് ആക്യുറേറ്റ് ആയിട്ടുള്ള, റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസ് കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഒരു കോണ്ടന്റ് എന്ന് പറയുന്ന ക്രൈറ്റീരിയനിലാണ്. സെക്കൻഡ് വൺ, ഡെവലപ്മെന്റ്, സ്ട്രക്ചർ ആൻഡ് കോഹറൻസ്. ലോജിക്കൽ ഫ്ലോ, പാരഗ്രാഫിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് കണക്ടേഴ്സ്. പ്രോപ്പറായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടോ, ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് ഈ ഒരു ക്രൈറ്റീരിയൻ. തേർഡ് വൺ, ലിംഗ്വിസ്റ്റിക് റേഞ്ച്. ക്ലിയർ എക്സ്പ്രഷൻ യൂസിങ് എ വെറൈറ്റി ഓഫ് സെൻറ്റൻസ് ടൈപ്സ്. ഈ ഒരു പോയിന്റും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നല്ല രീതിയിലുള്ള സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ആയിരിക്കണം essay റൈറ്റിംഗിൽ ആഡ് ചെയ്യേണ്ടത്. നമ്പർ 4, ഗ്രാമർ ആൻഡ് സ്പെല്ലിംഗ്, വിച്ച് മീൻസ് ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ്. നിങ്ങളുടെ സ്പെല്ലിംഗ്, ഗ്രാമാറ്റിക്കൽ യൂസേജസ്, ഇതിനൊക്കെ വളരെയധികം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് essay റൈറ്റിംഗ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, വൊക്കാബുലറി. യൂസ് ഓഫ് അക്കാഡമിക് ആൻഡ് ഫോർമൽ വേർഡ്സ് എഫക്റ്റീവ്ലി. നിങ്ങൾ എഴുതിയിരിക്കുന്ന എസ്സേയിൽ നിന്ന് നിങ്ങളുടെ വൊക്കാബുലറിയുടെ ഒരു റേഞ്ച്, അതായത് യൂസേജസ് അക്കാഡമിക് ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിലും ഫോർമൽ ആയിട്ടുള്ള വേർഡ്സ് ആണെങ്കിലും എഫക്റ്റീവായിട്ട് കറക്റ്റ് സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, അത് ഓക്കെ ആണ് എന്ന് കാണിക്കുന്ന ഒരു മെത്തേഡ് കൂടി അസസ് ചെയ്യും ഈ ഒരു essay റൈറ്റിംഗിൽ. അപ്പോൾ ഇതൊക്കെയാണ് സ്കോറിംഗ് ക്രൈറ്റീരിയ. ഇനി എങ്ങനെയാണ് essay റൈറ്റിംഗിൽ നല്ലൊരു സ്കോർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്? സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി ടിപ്സ് ടു സ്കോർ ഹൈ ഫോർ യുവർ essay റൈറ്റിംഗ്. ഫസ്റ്റ് വൺ, understand the prompt. Carefully read the question to ensure your essay is fully relevant. Second tip is plan briefly. Spend a couple of minutes outlining your main points before you start to write. Third one, develop ideas clearly. Support arguments with explanations, examples or evidence. Number 4, use linking words. Employ connectors to ensure smooth transitions between ideas. Number 5, vary sentences. Combine simple, compound and complex structures to show language control. Number 6, proofread. Use the final minutes to check grammar, spelling and sentence flow. And the last one, avoid overused templates. Do not rely on generic essay patterns. Focus on writing content that specifically answers the prompt. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ തന്നെ PT essay റൈറ്റിംഗിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഫോളോ ഓൾ ദീസ് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ്ലി. ഹാവ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ദ റിക്വയർമെന്റ്, വാട്ട് ഈസ് ദ സ്കോറിംഗ് ക്രൈറ്റീരിയ ആൻഡ് വാട്ട് ആർ ദ ബേസിക് ടിപ്സ് ടു ഇംപ്രൂവ് യുവർ പെർഫോമൻസ്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ. PT ഇനി 100% വിജയം നീതൂസ് അക്കാഡമിയിൽ മാത്രം.